കഴിഞ്ഞ ദിവസം ഒരു പേഷ്യൻ്റ് വന്ന് ഒപ്പിലൊന്ന് സംസാരിച്ചതിൽ നിന്നാണ് ഇത് പറയണം എന്ന് എനിക്ക് തോന്നിയത് ഈ ടോപ്പിക്ക്. അപ്പോൾ നമ്മുടെ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിൻ്റെ ഒരു പേഷ്യൻ്റാണ്, ലോങ് ടേം നമ്മുടെയൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന പേഷ്യൻ്റാണ്. ഒരു 6 months, ലോങ് ടേം അല്ല, വന്നൊരു 6 മാസം 8 മാസമൊക്കെ ആയി. ആദ്യം നല്ല ESR ഒക്കെ 100-110 ആയിരുന്നു. തീരെ വയ്യാതിരിക്കുന്ന അമ്മയായിരുന്നു, നടക്കാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു, പിടിച്ചാൽ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ 2-3 മാസമായപ്പോൾ നല്ല രീതിയിൽ അസുഖം കൺട്രോളായി. അപ്പോൾ പിന്നെ നമ്മളിപ്പോൾ കുറച്ച് ദിവസമായിട്ട് മെത്തോട്രെക്സേറ്റും HCQ 2 ഗുളിക കഴിച്ചിട്ടാണ് മുമ്പോട്ട് പോയിക്കൊണ്ട്. മെത്തോട്രെക്സേറ്റ് 15 mg 20 mg ഉണ്ട്, HCQ 2 നേരം കഴിക്കുന്നുണ്ട്. അപ്പോൾ അമ്മയുടെ ചോദ്യം, ഡോക്ടർ ഇപ്പോൾ എൻ്റെ അസുഖം കൺട്രോൾ ആയല്ലോ, ഇനി ഞാൻ ഇതേ മരുന്ന് കഴിച്ചാൽ മതിയല്ലോ എന്നുള്ളതാണ് ചോദ്യം. അതപ്പോൾ പറയാനുള്ള കാര്യം, അമ്മ പറഞ്ഞത്, ഡോക്ടറെ ഇപ്പം എനിക്ക് ഷുഗറിൻ്റെ മരുന്നുണ്ട്, പ്രഷറിൻ്റെ മരുന്നുണ്ട്, ഇത് രണ്ടും ഞാൻ വീട്ടിൽ ചെക്ക് ചെയ്യും, ഷുഗർ ചേർന്ന് ചെക്ക് ചെയ്യും, പ്രഷറും ചെക്ക് ചെയ്യും, എന്നിട്ട് അതേ മരുന്ന് കണ്ടിന്യൂ ചെയ്യും, ഇത് രണ്ടും കുഴപ്പമില്ല. അപ്പോൾ അമ്മയ്ക്ക് അറിയാം HbA1c ഒരു 6-6 നിർത്തണം, BP ഒരു 120-180 നിർത്തണം. അമ്മയ്ക്ക് ഒരു 55-60 വയസ്സോളം ആയി. അപ്പോൾ അമ്മ പറയുന്നത് ഇത് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോയാൽ പോരെ എന്നുള്ളതാണ് അമ്മയുടെ ചോദ്യം. അമ്മ ആലപ്പുഴയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ആലപ്പുഴയിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ കുറച്ച് റോഡൊക്കെ മോശമാണ്, അപ്പോൾ ഇനി വരണ്ടല്ലോ, അപ്പോൾ ഇതന്നെ കഴിച്ചുകൊണ്ടിരുന്നാൽ മതിയല്ലോ എന്നുള്ളതാണ് അമ്മയുടെ ചോദ്യം. അപ്പം അതൊരു റെലവൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കാരണം അമ്മ ചോദിക്കുന്നത് വളരെ ലോജിക്കലായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അമ്മയ്ക്ക് തൈറോയിഡും ഷുഗറും പ്രഷറും ഉള്ളത് അമ്മ തന്നെ തൈറോയിഡ് ഇടയ്ക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കും, ബാക്കി പ്രഷറും ഷുഗറും അമ്മ തന്നെയാണ് മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജനറലി ആ ഗുളിക കഴിച്ച് അങ്ങ് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ചെയ്യുന്നത്. പക്ഷേ അതും അങ്ങനെയല്ല. അപ്പം എല്ലാ അസുഖത്തിനും ഇതെല്ലാം, ഈ ഷുഗറും പ്രഷറും തൈറോയിഡും ആർത്രൈറ്റിസും എല്ലാം തന്നെ ക്രോണിക് ഡിസീസാണ്. നമുക്കറിയാം ഈ ക്രോണിക് ഡിസീസസിൽ ഈ ഡയബറ്റീസും ആർത്രൈറ്റിസും നമ്മുടെ വ്യത്യാസം എന്ന് പറയുന്നത്, ഡയബറ്റീസിൽ HbA1c ഒക്കെ നോക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു പരിധി വരെ അത് കൺട്രോളായിട്ട് പോകും. പക്ഷേ അതും നമ്മൾ എപ്പോഴും ഡോക്ടറെ കാണിക്കണം. അപ്പോൾ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് വന്നപ്പോൾ അമ്മയുടെ അസുഖം കൺട്രോളായി, HCQ മെത്തോട്രെക്സൈൻ കഴിച്ചു, അത് കൺട്രോളായിട്ട് പോകുന്നു. ESR ഒക്കെ 20 ആയി. അമ്മ ചോദിക്കുന്നത് ഷുഗറിനും പ്രഷറും ഞാൻ തന്നെ കൺട്രോൾ ചെയ്യുന്നപ്പം ഇതും കണ്ടിന്യൂ ചെയ്ത് പോയാൽ പോലെ ഡോക്ടറെ, ഞാനിതൊന്നും മാറ്റുന്നില്ലല്ലോ. അപ്പോൾ അതിന് എനിക്ക് വളരെ ഭയങ്കര റെലവൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഇത് എല്ലാവർക്കും തോന്നുന്നൊരു ചോദ്യമാണ്. നമ്മളൊരു അസുഖം കൺട്രോൾ ആയി കഴിഞ്ഞാൽ അത് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോയാൽ മതിയല്ലോ, പിന്നെ എന്തിനാണ് നമ്മൾ ഡോക്ടറൊന്നും കാണേണ്ട, ഇടയ്ക്കൊന്ന് റുട്ടീൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതിയല്ലോ. ഒരിക്കലുമല്ല. കാരണം HCQ ആണെങ്കിലും മെത്തോട്രെക്സേറ്റ് ആണെങ്കിലും നമ്മൾ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിന് യൂസ് ചെയ്യുന്ന എല്ലാ മരുന്നുകൾക്കും അതിൻ്റേതായ ഒരു സൈഡ് എഫക്റ്റ് പ്രൊഫൈലും ഉണ്ട്. നമുക്കറിയാം ഈ മെത്തോട്രെക്സേറ്റ് ആണെങ്കിൽ ചിലപ്പോൾ കൗണ്ട് കുറയാം, SGOT SGPT കൂടാം, മാത്രം ലോങ് ടേം കഴിക്കേണ്ട ആവശ്യവുമില്ല. പലപ്പോഴും ഇത് സംഭവിക്കുന്നത്, മെത്തോട്രെക്സേറ്റ് 25 mg ആണെങ്കിൽ പതുക്കെ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ റിപ്പോർട്ട്സ് ഒക്കെ നോക്കി അസുഖത്തിൻ്റെ തീവ്രതയൊക്കെ നോക്കി നമ്മൾ സാധാരണ നോക്കുന്നത് DAS28 എന്ന് പറഞ്ഞൊരു സാധനമാണ്. നമ്മുടെ ജോയിൻസിൻ്റെ കൗണ്ടും ESR ഒക്കെ വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു സ്കോറാണ്. അതൊരു പർട്ടിക്കുലർ ലെവൽ 2.6 താഴെയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് മെത്തോട്രെക്സേറ്റിൻ്റെ ഡോസ് കുറച്ച് കൊണ്ടുവരാൻ പറ്റും. പലപ്പോഴും ഒരു 3 മുതൽ 6 മാസം കഴിഞ്ഞ് അസുഖം കൺട്രോളായി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഈ ഗുളികളുടെ എല്ലാം ഡോസ് ചില ആളുകളിലെങ്കിലും നമുക്ക് കുറയ്ക്കാൻ, മിക്ക ആളുകളിലും കുറയ്ക്കാൻ സാധിക്കും. കുറച്ച് ചില ആളുകൾ മെത്തോട്രെക്സേറ്റൊക്കെ നിർത്തി HCQ പതുക്കെ കുറച്ച് നമുക്ക് ഒരു ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കാറുമുണ്ട്. അപ്പോൾ ഒരിക്കലും ഷുഗറും പ്രഷറും പോലല്ല. ഷുഗറിനും പ്രഷറും ഒരിക്കലും ഗുളിക തുടങ്ങിക്കഴിഞ്ഞാൽ ലൈഫ് ലോങ് കഴിക്കേണ്ട മെഡിസിൻ അതേ ഡോസ് തന്നെ കഴിക്കേണ്ടിയും വരാം. പക്ഷേ ആർത്രൈറ്റിസിൽ അങ്ങനെയല്ല. പലപ്പോഴും നമുക്ക് നമ്മുടെ ഗുളികകൾ അതേ ഗുളിക ഒരിക്കലും കണ്ടിന്യൂ ചെയ്യരുത്. ആ ഗുളികകൾ നമുക്ക് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നമുക്ക് പതുക്കെ കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും. 2 കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പലപ്പോഴും ഡോക്ടർക്ക് അസുഖം കൺട്രോൾ ആയി കഴിഞ്ഞാൽ 2 കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഡോക്ടറെ ഡെഫിനറ്റ്ലായിട്ട് കാണേണ്ടത്. ഒന്ന്, നിങ്ങളുടെ അസുഖത്തിൻ്റെ തീവ്രത എങ്ങനെയുണ്ടെന്ന് നോക്കി കുറേ ആളുകൾക്കെങ്കിലും ഗുളികകൾ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. രണ്ടാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, വേറെ എന്തെങ്കിലും അവയവങ്ങളെ ഇത് ബാധിക്കുന്നുണ്ടോ, വേറെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടാകുന്നുണ്ടോ എന്ന് കൃത്യമായിട്ട് നമ്മൾ മോണിറ്റർ ചെയ്യണം. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ അതേ ഗുളികകൾ ലോങ് ടേമിലേക്ക് കഴിക്കരുത്. അത് നിങ്ങൾ തന്നെ മേടിച്ച് കഴിക്കുക, നിങ്ങൾ തന്നെ ടെസ്റ്റ് ചെയ്ത് കഴിക്കുക എന്നത് ആന മണ്ടത്തരമാണ്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അതുപോലെ തന്നെ ഗുളിക കുറയ്ക്കരുന്നതിൻ്റെ കോംപ്ലിക്കേഷനെ കുറിച്ച് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോ ചെയ്തിരുന്നു. അത് ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും അൺനെസറി ആയിട്ടുള്ള സൈഡ് എഫക്ട്സ് ഉണ്ടാകുക, അൺനെസറി ആയിട്ട് അസുഖം കൂടാൻ സാധ്യത. അത് കുറയ്ക്കുന്നതിന് ചില ഫ്രീക്വൻസീസ് ഉണ്ട്, ഓരോ പേഷ്യനും ഓരോ തരത്തിലാണത് കുറയ്ക്കേണ്ടത്. മൂന്നാമത്തെ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അടുത്ത ചോദ്യം, എത്ര ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ കാണിക്കണം? അത് പലപ്പോഴും പേഷ്യൻ്റ് ചോദിക്കുന്നൊരു കാര്യമാണ്. ഇനിഷ്യൽ ഫേസിൽ നമ്മൾ സാധാരണ ചെയ്യുന്നത്, അസുഖം കൺട്രോൾ ആകുന്നവരെ 1 മാസത്തിലോ 1.5 മാസത്തിലോ നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് ഫോളോ അപ്പിന് വിളിക്കും. കാരണം അസുഖം കൺട്രോൾ ആകാതെ ലോങ് ടേം നിന്ന് കഴിഞ്ഞാൽ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ടാകും. അങ്ങനെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു 3 മുതൽ 6 മാസത്തിലോ 1-1.5 മാസത്തിലായിരിക്കും ഫോളോ അപ്സ് വരുന്നത്. അത് കഴിഞ്ഞാൽ അസുഖം കൺട്രോളായി, അത് കഴിഞ്ഞ് പതുക്കെ നമ്മൾ അതേ ഗുളിക ലോങ്ങർ ഫോളോ അപ്സിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1.5 മാസം 2 മാസം 3 മാസമൊക്കെ ശേഷമാണ് നമ്മൾ റിവ്യൂ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഫ്രീക്വൻ്റ് ആയിട്ട്, ചിലർക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് ഇപ്പോൾ ചിലർക്ക് 1 മാസത്തിലോ 1.5 മാസത്തിലോ കാണില്ല, ചിലർക്ക് 2 മാസത്തിലോ 3 മാസത്തിലോ കാണില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കുള്ള ഗുളികകളുടെ പ്രത്യേകത അനുസരിച്ചിട്ടാണ്. ഫോർ എക്സാമ്പിൾ, ചിലർക്ക് MMFO, ടൊഫാസിറ്റിനിബോ അങ്ങനെ തുടങ്ങിയ കൂടിയ ഗുളികൾ കഴിക്കുന്നവരാണെങ്കിൽ കുറച്ചുകൂടി ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ ഫോളോ അപ്പ് ചെയ്യും. കാരണം അവർക്ക് ഈ ഗുളികകൾ കഴിയുന്നതും പെട്ടെന്ന് കുറയ്ക്കാൻ നമുക്ക് ശ്രമിക്കണം. എസ്പെഷ്യലി ടൊഫാസിനിബോ അല്ലെങ്കിൽ ബയോളജിക്കൽ ഇഞ്ചക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പതുക്കെ അസുഖം കൺട്രോൾ ആയി കഴിഞ്ഞാൽ കഴിയുന്നത് പെട്ടെന്ന് നമുക്കത് കുറയ്ക്കാൻ
നോക്കണം, കുറച്ചുകൊണ്ട് താഴ്ത്ത് കൊണ്ടുവരാൻ സാധിക്കണം. ചിലപ്പോൾ നമ്മൾ 3 മാസത്തിലോ 4 മാസത്തിലോ കാണാൻ വന്നു കഴിഞ്ഞാൽ എന്താ പ്രശ്നം, അത്രയും നാളത്തേക്ക് ആവശ്യമില്ല. ഫോർ എക്സാമ്പിൾ ഒരാൾക്ക് ടൊഫാസിലിൻ 10 മില്ലിഗ്രാം ഉണ്ടെങ്കിൽ നമുക്ക് 2 മാസത്തിൽ കാണാൻ ടൊഫാസിലിൻ 5 മില്ലിഗ്രാം 2.5 മില്ലിഗ്രാം വെച്ചത് കുറയ്ക്കാൻ സാധിക്കും. അതേസമയം 4 മാസത്തിലോ 5 മാസത്തിലോ ആണെങ്കിൽ നമുക്കത് കുറയ്ക്കുന്നതിൽ കൂടുതൽ ഡ്യൂറേഷന് വേണ്ടി കഴിഞ്ഞ് മാത്രമേ കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ കുറേ നാളത്തേക്ക് ആവശ്യമില്ലാതെ ചിലപ്പോൾ മരുന്ന് കഴിക്കേണ്ടി വന്നേക്കാം. അതുകൊണ്ടാണ് നമ്മൾ 2 മാസത്തിലോ 3 മാസത്തിലോ കണ്ടിട്ട് കഴിയുന്ന പെട്ടെന്ന് ഗുളിക കുറച്ച് കൊണ്ടുവരികയും കഴിയുന്ന ആളുകളിൽ ഗുളിക ഏറ്റവും ചെറിയ ഡോസിലേക്ക് കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ സ്ട്രാറ്റജി. അപ്പം ആദ്യം 1-2 മാസത്തിൽ കാണുക, പിന്നെ അസുഖം കൺട്രോൾ ആയി കഴിഞ്ഞ് 2 to 3 months ഫോളോ അപ്പ് വെച്ച് ഗുളികൾ കുറച്ചുകൊണ്ട് വരിക. അതിനുശേഷം ഏറ്റവും മിനിമം ഗുളിക അയക്കുക 3 to 4 months. HCQ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ HCQ 1.5 ഉള്ളെങ്കിൽ 3 മുതൽ 4 മാസമോ, ചിലപ്പോൾ വളരെ നല്ല കൺട്രോളിൽ പോവുകയാണ്, 5-6 കൊല്ലമായിട്ട് ഒരു പ്രശ്നമില്ല, പിന്നെ ഗുളികൾ കുറയ്ക്കാനൊന്നും ഇല്ല, മിനിമം ഡോസിൽ എത്തിയെങ്കിൽ 6 months ആയാലും കുഴപ്പമില്ല. അത് ഒരു ലേറ്റസ്റ്റ് സ്റ്റേജിലാണ് അങ്ങനെ വരുന്നത്. അപ്പം ഫ്രീക്വൻറ്റ് ഫോളോ അപ്സിൻ്റെ ഗുണം, ഇത് കുറേ സ്റ്റഡീസ് ഇതിനു വേണ്ടി ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫ്രീക്വൻറ്റ് ഫോളോ അപ്പ് ഇനിഷ്യൽ സ്റ്റേജസിൽ ചെയ്ത് കഴിഞ്ഞാൽ അസുഖം പെട്ടെന്ന് കൺട്രോൾ ആകുന്നു എന്നുള്ളത് പല സ്റ്റഡീസിലും പല പഠനങ്ങളിലും തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നത്. പിന്നെ എന്തുകൊണ്ട് നമ്മൾ അസുഖം കൺട്രോൾ ആയി കഴിഞ്ഞാൽ എന്തിനാണ് ഫോളോ അപ്പിന് വരേണ്ടേ? ഞാൻ നേരത്തെ പറഞ്ഞു, മരുന്ന് ഡെഫിനറ്റ്ലി അസുഖം കൺട്രോൾ ആയി കഴിഞ്ഞാൽ മരുന്ന് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. മരുന്ന് കുറച്ച് മാത്രമല്ല മരുന്നിൻ്റെ സൈഡ് എഫക്റ്റ് എന്തുകൊണ്ടെന്ന് മോണിറ്റർ ചെയ്യാൻ സാധിക്കും. 3, നമുക്ക് വേറെ ഏതെങ്കിലും ഓർഗൻസ് ചെയ്ത് ഈ അസുഖം ഇൻവോൾവ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ സാധിക്കും.